കോഴിക്കോട് വടകരയിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കുത്തിയിരിപ്പ് സമരം. മഹിളാ കോൺഗ്രസ് നേതാവിനെ മരണത്തിനിടയാക്കിയ ബസിന്റെ ഡ്രൈവറെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഈ പ്രതിഷേധത്തിന് ആധാരമായ സംഭവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പുഷ്പവതി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പരിക്കേറ്റ് അവർ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ടോടെ അവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ ബസ് അപകടം ഉണ്ടാക്കിയ ഡ്രൈവർ ആ സമയത്ത് തന്നെ ഈ അപകടമുണ്ടാക്കിയ സമയത്ത് തന്നെ ഓടി രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ആ പ്രദേശത്ത് നടക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം. പ്രധാനമായും ഈ വനിതാ നേതാവ് മരിച്ചതോടെ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഡ്രൈവറെ, ഈ അപകടമുണ്ടാക്കിയ ബസ്സിന്റെ ഡ്രൈവറെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ തുടർന്ന് അടിയന്തര നടപടി എടുക്കാം എന്ന താൽക്കാലികമായി പോലീസിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും വലിയ തരത്തിൽ ഈ ബസ് ഡ്രൈവർമാർ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നു, അപകടമുണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം തുടരുകയാണ് വടകരയിൽ. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇതിന് വളരെ പൊടുന്നനെയുള്ള വികാരത്തിന് കാരണം മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ മരണം കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും താൽക്കാലികമായി പോലീസ് അടിയന്തരമായി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.